ഞാൻ റാഷിക് എം ജെ. മാസാവസാനം സമ്മത് പോകുന്ന പറഞ്ഞപ്പോഴാണ് ഈ ദിവസം അവസാനം നമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നേരെ വട്ടവിടേക്ക്. നേരിമംഗലം പാലം കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കോടയുണ്ട. ടോളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കോട തന്നെ കോട. ടോളൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ കണ്ണടച്ചിരിക്കുന്നത്. പിന്നെ കണ്ണുറന്നത് സൂര്യനിൽ എത്തിയപ്പോഴാണ്. ആദ്യം നേരെ കൊളുക്കുമലക്ക്. ഇവിടെ ജീപ്പ് കിട്ടാൻ പണിയായിരുന്നു. കിട്ടിയ ജീപ്പ് ആണെങ്കിൽ പെട തന്നെ പെട. ഒരു കുഴി പോലും മിസ് ചെയ്തിട്ടാ. അങ്ങനെ കൊളുക്കുമലയിലെ സൺറൈസ് ആണ് കയറിയത്. ഇതെങ്കിലും റീൽസിലൊക്കെ കാണുന്ന പോലെ ആയാൽ മതി. ഇവിടെ എല്ലാവരും സൂര്യന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ ദൂരെ ക്ലൗഡ് ബെഡ് ഒക്കെ വന്നു തുടങ്ങി. അങ്ങനെ ടൈമായി. സാധനം പൊങ്ങി തുടങ്ങി. അങ്ങനെ സൂര്യനും വന്ന് ഫോട്ടോ എടുത്ത്. ക്ലൗഡ് ബെഡ് മാത്രം വന്നില്ല. ഇതിപ്പോ ഞങ്ങ പോകുമ്പോ മാത്രമാണെന്ന് അറിയില്ല കേട്ടോ. കുമ്പളങ്ങി പോയപ്പോ കവരുമില്ല, കോട്ടപ്പാറ പോയപ്പോ കോടയില്ല, മാമലക്കണ്ടത്ത് പോയപ്പോ ആനയില്ല. അതിൽ ഞങ്ങൾക്ക് ഒരു വിഷമമില്ല. എന്തായാലും കണ്ടത് വെച്ചാൽ അൽഹംദുലില്ലാ. ഇതാണ് നമ്മുടെ ജീപ്പ്. നമ്മുടെ പൊളി വെച്ചാലും കൊളുക്കുമല കണ്ട് തിരിച്ചിറങ്ങണ അടിപൊളിയാന്നാണ് ഇവന്മാര് പറഞ്ഞത്. ഞാൻ ഇന്നോവയിൽ കിടന്നുറങ്ങിയോണ്ട് പിന്നെ ജീപ്പിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. ഇനി നമ്മുടെ അദ്ദുനും അബ്ദുള്ളിക്കും വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അവർക്ക് വേണ്ടി ചായയും കുടിച്ച് കാത്തിരിക്കാൻ പോയാണ്. അപ്പൊ നല്ല ചൂട് വടേ. പിന്നെ നല്ല മസാല ദോശ അടിക്കാൻ കണ്ടിരുന്നപ്പോഴാണ് ജീപ്പും പിടിച്ച അവന്മാരെത്തി. ഇനിയിപ്പോൾ അത് ഞങ്ങൾ അധികം കേട്ട് പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് കണ്ട. പെട്ടിമുടി കുറെ കയറാനുണ്ട്. കുറെ ഞങ്ങൾ റെസ്റ്റ് ആയപ്പോഴും കുട്ടുപടി ടോപ്പിലെത്തിട്ടാ. എന്നാ പിന്നെ ആ വ്യൂ അങ്ങ് കണ്ടേക്കാന്ന് വിചാരിച്ച് ഞാനും കയറി. കുട്ടു പറഞ്ഞ പോലെ തന്നെ ആ വ്യൂ കാണാൻ തന്നെ ഉണ്ട്. പിന്നെ മാപ്പിൽ വന്ന് ആളായപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല. മല തന്നെ അങ്ങോട്ട് ഈടക്കി. ആ മലയുടെ ടോപ്പിൽ തന്നെ അങ്ങോട്ട് കയറി. ഒരു രക്ഷയില്ലാത്ത വ്യൂ. അതുപോലെ തന്നെ ഇറങ്ങാനും ഒരു രക്ഷ ഉണ്ടായില്ല. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അത് വരാത്തതിന്റെ കാരണം മനസ്സിലായത്. ഇവന് ഇവിടെ വേറെ കമ്പനിക്കാർ സെറ്റ് ആയിട്ടാ. പിന്നെ അവിടെ നിന്ന് ഒരു കണക്കിന് ഇറങ്ങി നേരെ വട്ടോടേക്ക്.